നമസ്കാരം. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത പോരാട്ടത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം പാരീസ് ഒളിമ്പിക്സിന്റെ ഗുസ്തി മത്സരം നടക്കുന്ന സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. 82 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ തോൽവി അറിയാതെ വന്ന നിലവിലെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവിനെ അട്ടിമറിച്ചു തുടങ്ങിയ വിനേഷ് ഫോഗാട്ടിന്റെ കുതിപ്പ് ഇന്ന് സ്വർണത്തിൽ പര്യവസാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യം. എന്നാൽ ഒരു 100 ഗ്രാമിന്റെ വ്യത്യാസത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയാകെ കെട്ടടങ്ങി. തിരിച്ചടികൾ മാത്രം നേരിട്ട ഈ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ക്യാമ്പ് ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ദിവസം കൂടിയായിരുന്നു ഇന്നലെ. പക്ഷേ ആ ആഘോഷത്തിന് കുറച്ചു നേരത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചിരുന്ന വിനേഷ് ഇത്തവണയാണ് 50 കിലോഗ്രാം വിഭാഗത്തിലേക്ക് മാറിയത്. 53 കിലോ വിഭാഗത്തിൽ മറ്റൊരു താരം യോഗ്യത നേടിയതിനാലാണ് വിനേഷിന് തന്റെ ഇനം മാറ്റേണ്ടി വന്നത്. അതിനാൽ തന്നെ ഭാരം ക്രമീകരിക്കാൻ താരം നന്നേ പാടുപെട്ടിരുന്നു. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് വിനേഷ് അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ പലവിധ ചർച്ചകളാണ് ഇതേപ്പറ്റി നടക്കുന്നത്. വിനേഷിനുണ്ടായ തിരിച്ചടിയെക്കുറിച്ചും ഗുസ്തി ഭാര പരിശോധന മാനദണ്ഡങ്ങളെക്കുറിച്ചും ഈ രംഗത്തെ പ്രമുഖർ പ്രതികരണവുമായി രംഗത്തെത്തി. അവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. തുടർച്ചയായ മത്സരങ്ങളാണ് തിരിച്ചടിയുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഉറങ്ങാതെ രാത്രി മുഴുവൻ പരിശീലനം നടത്തിയിട്ടും 100 ഗ്രാമിന്റെ കൂടുതലാണ് ഉണ്ടായത്. വിനേഷ് സാധാരണയായി മത്സരിച്ചിരുന്നത് 53 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു. ഇപ്പോൾ മത്സരിക്കുന്ന 50 കിലോഗ്രാമിനേക്കാൾ 3 കിലോ കൂടുതൽ ഭാരം കുറച്ചിട്ടാണ് മത്സരത്തിന് ഒരുങ്ങിയത്. വിനേഷിനെ സംബന്ധിച്ച് ഇന്നലെ 3 മത്സരങ്ങളാണ് കളിച്ചത്. അത് 3ഉം വളരെ കഠിനമായതുമായിരുന്നു. നിലവിൽ ഭാരം കുറച്ചിരിക്കുന്ന ഒരാൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി കൂടുതൽ ഊർജം ആവശ്യമായി വരും. സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ 2-3 കിലോ കൂടിയേക്കാം. ഇത് കുറച്ചു കൊണ്ടുവരിക എന്നത് വലിയൊരു പ്രക്രിയയാണ്. 100 ഗ്രാം കൂടിയതായാണ് പറയുന്നത്. 10 ഗ്രാം ആണെങ്കിൽ പോലും മത്സരിക്കാനാകില്ല. ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം 10% താഴെ മാത്രമാണ്. അതിലിനി കുറയ്ക്കാൻ ഒന്നും തന്നെ ഇല്ലെന്നും വിദഗ്ധർ പറയുന്നു. ഇനി നിയമവശങ്ങളിലേക്ക് വന്നാൽ 16 പേരിലധികം മത്സരിക്കുന്ന വിഭാഗമാണെങ്കിൽ ഓരോ ദിവസവും ഭാരപരിശോധനയുണ്ടാകും. മത്സര ദിവസം രാവിലെയായിരിക്കും പരിശോധന. ആദ്യ ദിവസം 30 മിനിറ്റാണ് ഭാരം തെളിയിക്കാനുള്ള അവസരം നൽകുന്നത്. ഈ 30 മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര ശ്രമങ്ങൾ വേണമെങ്കിലും നടത്താവുന്നതാണ്. 50 കിലോഗ്രാം വിഭാഗമാണെങ്കിൽ ഉപയോഗിക്കുന്ന വസ്ത്രം ഉൾപ്പെടെ 49.5 മുതൽ 50 കിലോഗ്രാമിന് ഉള്ളിലായിരിക്കണം ശരീരഭാരം. രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ 30 മിനിറ്റ് എന്ന സമയപരിധി 15 മിനിറ്റാക്കി ചുരുക്കും. ഇവിടെയുണ്ടായ ഒരു വീഴ്ചയായിരിക്കണം ഇത്തരം ഒരു തിരിച്ചടിക്ക് കാരണമായത്. ഇന്ന് വിനേഷിന് അനുവദനീയമായത് 15 മിനിറ്റ് മാത്രമായിരുന്നു. ഇതിൽ ശരീരഭാരം തെളിയിക്കാൻ പറ്റുന്നതിന് പരിധിയുണ്ടല്ലോ. നേരത്തെ തന്നെ ഭാരം നിയന്ത്രിച്ച് കൊണ്ടുവരണമായിരുന്നു. പരിശീലകരും സപ്പോർട്ട് സ്റ്റാഫും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കാരണം ഇത് ടോപ്പ് ലെവൽ മത്സരമാണ്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ശരീരഭാരം കൃത്യമായി കണക്കുകൂട്ടി വേണം മുന്നോട്ട് പോകാൻ. പരിശീലകർ മാത്രമല്ല ഫിസോയെയുമെല്ലാം ഉൾപ്പെടുന്ന ടീമാണ് സംഘത്തിനൊപ്പമുള്ളത്. ഫൈനൽ വരെ എത്തിയതാണ്. ഈ നിയമത്തിന്റെ കാര്യം വ്യക്തമായി അറിയാവുന്നതുമാണ്. ശ്രദ്ധ പുലർത്തണമായിരുന്നു. കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ഊർജം നഷ്ടമായിട്ടാണെങ്കിലും ഫൈനലിൽ മത്സരിക്കാമായിരുന്നു. വെള്ളി മെഡലെങ്കിലും നേടാമായിരുന്നുവെന്നും പരിശീലകർ വ്യക്തമാക്കുന്നുണ്ട്. ഇതാദ്യമായല്ല വിനേഷിന് ഭാരം നിലനിർത്താനാകാതെ പോകുന്നത്. ഒളിമ്പിക്സ് യോഗ്യതാ ഘട്ടത്തിലും സമാനമായ വെല്ലുവിളി നേരിട്ടിരുന്നെങ്കിലും അതിജീവിക്കുകയായിരുന്നു. ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയായിരുന്നു വിനേഷ്. അമേരിക്കയുടെ സാറ ഹിൽഡേ ബ്രാൻഡായിരുന്നു കലാശപ്പോരിലെ എതിരാളി. നന്ദി.